സെക്രട്ടേറിയറ്റിൽ വീണ്ടും മാധ്യമങ്ങൾക്ക് വിലക്ക്. ശുപാർശ ലഭിക്കാതെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. സമരഗേറ്റ് എന്നറിയപ്പെടുന്ന സെക്രട്ടേറിയറ്റിലെ പ്രധാന പ്രവേശന കവാടമായ നോർത്ത് ഗേറ്റും ബാരിക്കേഡ് വെച്ചടച്ചു. സന്ദർശകർക്ക് എനി കന്റോൺമെന്റ് ട്രഷറി ഗേറ്റ് വഴിയാണ് പ്രവേശനമുണ്ടാവുക. അതിനിടെ സെക്രട്ടേറിയറ്റിലെ മാധ്യമ വിലക്കിനെ ന്യായീകരിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. റോഷിപാൽ വിവരങ്ങളുമായുണ്ട്. റോഷിപാൽ, എല്ലാം മാറുന്നു എന്ന സൂചന നൽകിയതിനു ശേഷം ഒന്നും മാറിയിട്ടില്ല എന്ന പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയാണോ? മാധു, അങ്ങനെ വേണമെങ്കിൽ വിലയിരുത്താം. കാരണം ഞാൻ നോർത്ത് ഗേറ്റിലാണ്, സമര ഗേറ്റ് എന്നറിയപ്പെടുന്ന ഈ നോർത്ത് ഗേറ്റ് അടച്ചിട്ട് ദിവസങ്ങൾ കഴിയുകയാണ്. നേരത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലേറ്റ അന്നു മുതൽ ഈ ഗേറ്റ് അടക്കം എല്ലാം തുറന്നിട്ടു. ജനങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു സെക്രട്ടേറിയറ്റിലേക്ക്, മാധ്യമങ്ങൾക്കുൾപ്പെടെ. ഇപ്പോൾ പക്ഷേ മാധ്യമങ്ങൾക്ക് വിലക്കാണ്. സെക്രട്ടേറിയറ്റിലെ ഏത് ഓഫീസിലേക്കാണോ മാധ്യമപ്രവർത്തകർക്ക് പോകേണ്ടത് ആ ഓഫീസിലെ മേലധികാരി നിർദ്ദേശിച്ചാൽ മാത്രമേ അങ്ങോട്ടേക്ക് പ്രവേശനമുള്ളൂ. വാർത്തകൾ തേടാൻ പോലും അകത്തേക്ക് പോകാൻ പറ്റാത്ത പഴയ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തെ വീണ്ടും വി.ഡി. സതീശൻ സർക്കാർ ഓർമ്മപ്പെടുത്തുന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ മാധ്യമ വിലക്ക് പിണറായി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായപ്പോൾ അതിനെതിരെ വി.ഡി. സതീശൻ ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നതാണ്. ഒടുവിൽ വി.ഡി. സതീശൻ സർക്കാർ അധികാരമേറ്റപ്പോൾ സ്വാതന്ത്ര്യമുണ്ടാകുമെന്ന് പറഞ്ഞു. ഇപ്പോൾ പൊതുജനങ്ങൾക്ക് പ്രവേശിക്കാൻ പോലും നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. ഇന്ന് മുതൽ 3 മുതൽ 5 വരെയുള്ള ആ സമയത്ത് മാത്രമാണ് പൊതുജനങ്ങൾക്ക് സെക്രട്ടേറിയറ്റിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ അനുമതിയുള്ളത്. അത് പാസ് മുഖേന 2 ഗേറ്റ് മാത്രമാണ്. ഈ കാണുന്ന ഈ സമര ഗേറ്റ് വഴി അകത്തേക്ക് കടക്കാൻ കഴിയില്ല. ഇത് 3 ദിവസമാണ് ഈ ഗേറ്റ് തുറന്നത്. ഇത് മുഴുവൻ സമയവും തുറന്നിട്ടിരിക്കുമെന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം. അത് പാലിക്കപ്പെട്ടിട്ടില്ല. എന്താണ് ഇത് അടച്ചിടാനുള്ള കാരണവും വ്യക്തമല്ല. മാധു, റോഷിപാൽ വിവരങ്ങൾ നൽകിയത്.